ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ടെക്നിക്സ് ആണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തെ രണ്ട് ടെക്നിക്സ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇക്വലൻസ് ക്ലാസ് പാർട്ടീഷനിങ്ങും അതുപോലെ തന്നെ ബൗണ്ടറി വാല്യൂ അനാലിസിസും. ഇനി നെക്സ്റ്റ് ടെക്നിക്ക് വരുന്നത് ഡിസിഷൻ ടേബിൾ ബേസ്ഡ് ടെസ്റ്റിംഗ്. It is a software testing technique used to test system behavior for different input condition. This is a systematic approach where the different input combinations and their corresponding system behavior are captured in a tabular form, also called cause effect table. അതായത് ഇൻപുട്ട് കണ്ടീഷൻസിനെയാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ രണ്ട് ടെക്നിക്സിൽ എങ്ങനെയൊക്കെയായിരുന്നു? ഒന്നാമത്തതിനെ ഇൻപുട്ട് ഡൊമൈനെ ഇക്വലൻസ് ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. രണ്ടാമത്തെ ടെക്നിക്കിലേക്ക് വന്നപ്പം ഈ ഇക്വലൻസ് ക്ലാസ്സിൻ്റെ ബൗണ്ടറി വാല്യൂസിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഇനി അടുത്ത എന്താണ്? ഡിസിഷൻ ടേബിളിലേക്ക് വരുമ്പം ആ ഒരു ഡിഫറെൻറ്റ് ഇൻപുട്ട് കണ്ടീഷൻ വെച്ചിട്ട് സിസ്റ്റം ബിഹേവിയർ ഐഡൻറ്റിഫൈ ചെയ്യണം അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അതൊരു എക്സാമ്പിൾ വെച്ച് പറയുമ്പം നന്നായിട്ട് മനസ്സിലാവും. ഇതിനെ നമ്മൾ കോസ് എഫക്റ്റ് ടേബിൾ എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഓരോ ഇൻപുട്ട് കോമ്പിനേഷൻസും എടുത്തിട്ട് ആ ഇൻപുട്ട് കോമ്പിനേഷൻ അപ്ലൈ ചെയ്യുമ്പം വരുന്ന, ഇപ്പോൾ ചില കേസിലൊക്കെ ഒരു ഇൻപുട്ട് ആയിരിക്കില്ല, ഒന്നിലധികം ഇൻപുട്ട്സ് നമ്മൾ അതായത് ഒന്നിലധികം ഇൻപുട്ട്സ് ഒരുമിച്ച് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻ എടുത്തിട്ട് ഓരോ കോമ്പിനേഷൻ്റെയും ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ കറക്റ്റ് തന്നെയാണോ ഇൻകറക്റ്റ് ആണോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഡിസിഷൻ ടേബിൾ ബേസ്ഡ് ടെസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, most of us use an email account, and when we want to use an email account we need to enter the email address and its associated password. അപ്പോൾ നമ്മളൊക്കെ ഇമെയിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്താണ് അവിടെ നമ്മൾ എന്തൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കണം? നമ്മളുടെ മെയിൽ ഐ ഡിയും അതുപോലെ തന്നെ പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിന് നമുക്ക് രണ്ട് ഇൻപുട്ടായിട്ട് എടുക്കാം. ഈ രണ്ട് ഇൻപുട്ടിൻ്റെ കോമ്പിനേഷൻ വെച്ചിട്ടാണ് അവിടെ നമുക്ക് നമ്മളുടെ പേജിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ മെയിൽ ആക്സസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. ഇഫ് ബോത്ത് ഇമെയിൽ ആൻഡ് പാസ്വേഡ് ആർ കറക്റ്റ്ലി മാച്ച്ഡ് ദ യൂസർ വിൽ ബി ഡയറക്റ്റഡ് ടു ദി ഇമെയിൽ അക്കൗണ്ട് ഹോം പേജ്. അല്ലേ? അപ്പം നമ്മൾ കൊടുക്കുന്ന മെയിൽ ഐ ഡിയും പാസ്വേഡും കറക്റ്റ് ആണെങ്കിലേ നമ്മളുടെ അക്കൗണ്ട് ഹോം പേജിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതർവൈസ് ഇറ്റ് വിൽ കം ബാക്ക് ടു ദ ലോഗിൻ പേജ് വിത്ത് ആൻ എറർ മെസ്സേജ് സ്പെസിഫൈഡ് വിത്ത് ഇൻകറക്റ്റ് ഇമെയിൽ ഓർ ഇൻകറക്റ്റ് പാസ്വേഡ്. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒന്ന് തെറ്റായിട്ടാണ് കൊടുത്തതെങ്കിൽ അതെന്താണ് തെറ്റ് എന്നുള്ളത് സ്പെസിഫൈ ചെയ്തിട്ട് ആ ഒരു എറർ മെസ്സേജ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് തരും. Now let us see how a decision table is created for the login function, in which we can log in by using email and password. Both the email and the password are the condition and the expected result is action. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഇപ്പോൾ എന്താണ് നമ്മൾ പഠിക്കുന്നത്? ഡിസിഷൻ ടേബിൾ ബേസ്ഡ് ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ ഈ എക്സാമ്പിൾ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ഡിസിഷൻ ടേബിൾ ഡെവലപ്പ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഇത്രയും കാര്യം ഓർത്ത് വെക്കുക. നമുക്ക് ഇമെയിലിലേക്ക് കിട്ടണമെങ്കിൽ, ആക്സസ് ചെയ്യണമെങ്കിൽ കറക്റ്റായിട്ടുള്ള ഇമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇൻകറക്റ്റ് ആണെങ്കിൽ അതൊരു എറർ മെസ്സേജ് ആയിട്ട് ആ ഒരു പേജിൽ തന്നെ നിൽക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇമെയിലും പാസ്വേഡും, മെയിൽ ഐ ഡിയും പാസ്വേഡ് എന്ന് പറയുന്നതാണ് അവിടുത്തെ ഇൻപുട്ട് കണ്ടീഷൻ. ഇത് രണ്ടും കൊടുക്കുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ്? രണ്ടും കറക്റ്റ് ആണെങ്കിൽ കൊടുക്കുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആ ഹോം പേജാണ്. അതാണ് അവിടുത്തെ ആക്ഷനായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? യൂസർ നെയിമും പാസ്വേഡുമാണ്. ഇവിടെ 4 റൂളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഒന്നാമത്തെ കണ്ടീഷനിൽ യൂസർ നെയിമും പാസ്വേഡും തെറ്റാവാം. എഫ് എന്ന് പറയുന്നത് ഫോൾസ് ആണ്. ട്രൂ ഓർ ഫോൾസ് വെച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? യൂസർ നെയിം ഫോൾസ് ആണ്, പാസ്വേഡ് ഫോൾസ് ആണ്. അപ്പോൾ ഔട്ട്പുട്ട്, അപ്പം ഇവിടെ ഇ ഓർ എച്ച് എന്ന് പറയുന്നത് എന്താണ്? ഇ എന്ന് പറയുന്നത് എറർ ആണ്, എച്ച് എന്ന് പറയുന്നത് ഹോം പേജ് ആണ്. അപ്പോൾ യൂസർ നെയിമും പാസ്വേഡും തെറ്റായിട്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? എറർ ആണ്. അല്ലേ? അപ്പോൾ ഓരോന്നും എന്താണ് താഴെ കൊടുത്തിട്ടുണ്ട്? ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് യൂസർ നെയിം ഓർ പാസ്വേഡ്, അതായത് ട്രൂ ആയിട്ടുള്ള കേസാണ് ടി. എഫ് എന്ന് പറയുന്നത് ഇൻകറക്റ്റ് യൂസർ നെയിം ഓർ പാസ്വേഡ് എന്ന് പറയുന്നത് ഫോൾസ് ആണ്. ഇനി ഇ എന്ന് പറയുന്നത് എറർ മെസ്സേജ് ആണ് ഡിസ്പ്ലേ ചെയ്യുക. എച്ച് എന്ന് പറയുന്നത് ഹോം സ്ക്രീൻ ഈസ് ഡിസ്പ്ലേഡ്. ഓക്കെ, അപ്പം ഇവിടെ യൂസർ നെയിം ഫോൾസ് ആണ്, പാസ്വേഡ് ഫോൾസ് ആണ്. അപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എറർ ആയിരിക്കും. ഇനി രണ്ടാമത്തെ എന്താണ്? യൂസർ നെയിം ഫോൾസ് ആണ്, പാസ്വേഡ് ട്രൂ ആണ്, പക്ഷേ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വീണ്ടും എന്താണ്? എറർ ആണ്. എപ്പം മാത്രമേ ഹോം പേജിലേക്ക് പോവുള്ളൂ? യൂസർ നെയിമും പാസ്വേഡും കറക്റ്റ് ആണെങ്കിൽ മാത്രമേ പോവുള്ളൂ. ഇനി നേരെ തിരിച്ച് മൂന്നാമത്തെ എന്താണ്? യൂസർ നെയിം ട്രൂ ആണ്, പാസ്വേഡ് ഫോൾസ് ആണെങ്കിലും എന്ത് തന്നെയാണ് ഔട്ട്പുട്ട് വരിക? എറർ ആണ് വരിക. ഇനി ലാസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് യൂസർ നെയിമും ട്രൂ ആണ്, പാസ്വേഡും ട്രൂ ആണ്. അപ്പോൾ എന്താണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്? എന്താണ്? എച്ച്, ഹോം പേജിലേക്ക് നമുക്ക് ആക്സസ് കിട്ടും. ഇങ്ങനെയാണ് ഒരു ഡിസിഷൻ ടേബിൾ മേക്ക് ചെയ്യുന്നത്.
അപ്പം എന്തൊക്കെയാണോ നമ്മളുടെ പ്രോഗ്രാമിൽ നമ്മുടെ സോഫ്റ്റ്വെയറിലുള്ള ടാസ്ക് അതനുസരിച്ച് ഇങ്ങനെ ഓരോ ഡിസിഷൻ ടേബിൾ വെച്ചിട്ട് ആ ടെസ്റ്റിംഗ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നതിനെയാണ് ഡിസിഷൻ ടേബിൾ ബേസ്ഡ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് വരുന്നത് സ്റ്റേറ്റ് ടേബിൾ ബേസ്ഡ് ടെസ്റ്റിംഗ്. സ്റ്റേറ്റ് ട്രാൻസിഷൻ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ട്രാൻസിഷൻ ടെസ്റ്റിംഗ് എന്ന് പറയാം. is a black box testing techniques in which changes made in input condition cause state changes or output changes in the application under test. application under test എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ സോഫ്റ്റ്വെയർ. State transition testing helps to analyze behavior of an application for different input conditions. Testers can provide positive and negative input test values and record the system behavior. There are four main components of the state transition model. But സ്റ്റേറ്റ് ടേബിൾ ബേസ്ഡ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ട്രാൻസിഷൻ മോഡലിനെ ബേസ് ചെയ്തിട്ടാണ് പെർഫോം ചെയ്യുന്നത്. ആ മോഡലിൽ നിന്നും നമ്മളൊരു സ്റ്റേറ്റ് ടേബിൾ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. ഇവിടെ 4 കമ്പോണൻസ് ആണുള്ളത് നമ്മൾ പറഞ്ഞു. ദർ ആർ ഫോർ മെയിൻ കമ്പോണൻസ് ഓഫ് ദി സ്റ്റേറ്റ് ട്രാൻസിഷൻ മോഡൽ. ആദ്യം ഒരു മോഡൽ ഡെവലപ്പ് ചെയ്തിട്ട് അതിൽ നിന്നും സ്റ്റേറ്റ് ടേബിൾ ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ മെയിൻ ആയിട്ടും 4 കമ്പോണൻസ് ആണ് വരുന്നത്. ഒന്നാമത്തത് സ്റ്റേറ്റ്സ് റെപ്രസെന്റ് ദി ഇമ്പാക്ട് ഓഫ് ദി പാസ്റ്റ് ഇൻപുട്ട് ടു ദ സിസ്റ്റം. അപ്പോൾ സ്റ്റേറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? പാസ്റ്റ് ഇൻപുട്ടിന്റെ ഇമ്പാക്റ്റ് ആണ്. ട്രാൻസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെപ്രസെന്റ് ഹൗ ദ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം ചേഞ്ചസ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ ഇൻ റെസ്പോൺസ് ടു സം ഇവൻറ്റ്സ്. അതായത് ഒരു സ്റ്റേറ്റിൽ നിന്നും വേറൊരു സ്റ്റേറ്റിലേക്കുള്ള ആ ഒരു ട്രാൻസിഷനെയാണ് ചേഞ്ചിനെയാണ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഇനി ഇവൻറ്റ്സ്, മൂന്നാമത്തത് വരുന്നത് ഇവൻറ്റ്സ് ആണ്. ഇൻപുട്ട് ടു ദ സിസ്റ്റത്തിലേക്കുള്ള ഇൻപുട്ട്സ്. ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട്സ് ഫോർ ദി ഇവൻറ്റ്സ്. ഒരു ഇൻപുട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ടിനെയാണ് ആക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ATM യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ATMൻ്റെ ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ സ്റ്റേറ്റ് ട്രാൻസിഷൻ ഡയഗ്രാം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്? നമ്മളുടെ കാർഡ് ഇൻസേർട്ട് ചെയ്യുന്നു. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം? പിൻ നമ്പർ കൊടുക്കണം. ആ പിൻ നമ്പർ കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ അക്കൗണ്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് തവണ നമ്മൾ ഇൻകറക്റ്റ് പിൻ അടിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അക്കൗണ്ട് ബ്ലോക്ക് ആയി പോകും. ഇവിടെ ഒരു 3 ട്രൈയിൽ അക്കൗണ്ട് ബ്ലോക്ക് ആയി പോകുന്ന സ്റ്റേറ്റ് ട്രാൻസിഷൻ ഡയഗ്രാം ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ട്, നമ്മൾ നമ്മുടെ കാർഡ് ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ട്രൈ, സെക്കൻഡ് ട്രൈ, തേർഡ് ട്രൈ. അപ്പോൾ ഈ തേർഡ് ട്രൈയിലും ഇൻകറക്റ്റ് ആയിട്ടാണ് നമ്മൾ പിൻ കൊടുത്തതെങ്കിൽ അക്കൗണ്ട് ബ്ലോക്ക് ആയി പോകും. അപ്പോൾ ഫസ്റ്റ് ട്രൈയിൽ 2 കേസ് വരാം. നമ്മൾ കറക്റ്റായിട്ട് പിൻ എൻ്റർ ചെയ്ത് കൊടുത്തു, ഇൻകറക്റ്റ് പിന്ന് കൊടുത്തു. അപ്പോൾ ഫസ്റ്റ് ട്രൈയിൽ കറക്റ്റ് പിന്നാണ് നമ്മൾ കൊടുത്തതെങ്കിൽ എന്താണ്? ആക്സസ് ഗ്രാൻറ്റഡ്. നമുക്ക് എന്താണോ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അക്കൗണ്ട് നമുക്ക് ആക്സസ് ആയി കിട്ടി. ഇനി ഫസ്റ്റ് ട്രൈയിൽ ഇൻകറക്റ്റ് പിന്നാണ് കൊടുത്തതെങ്കിൽ ഒരു സെക്കൻഡ് ചാൻസും കൂടെ നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ സെക്കൻഡ് ചാൻസിൽ ചിലപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആയിട്ട് കൊടുക്കും. കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അക്കൗണ്ട് ആക്സസ് കിട്ടും. അവിടെയും ഇൻകറക്റ്റ് ആണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഒരു തേർഡ് ചാൻസും കൂടെ കിട്ടുകയാണ്. അപ്പോൾ തേർഡ് ട്രൈയിലും ഇൻകറക്റ്റ് ആയിട്ടാണ് പിന്ന് കൊടുത്തതെങ്കിൽ അക്കൗണ്ട് എന്തായി പോവാണ്? ഇത് ബ്ലോക്ക്ഡ് എന്നാണ് കേട്ടോ. അക്കൗണ്ട് ബ്ലോക്ക് ആയിട്ട് പോകും. ഇനി തേർഡ് ട്രൈയിൽ കറക്റ്റ് പിന്നാണ് കൊടുക്കുന്നതെങ്കിൽ കുഴപ്പമില്ല, അക്കൗണ്ടിൻ്റെ ആക്സസ് നമുക്ക് കിട്ടി. ഇതാണ് സ്റ്റേറ്റ് ട്രാൻസിഷൻ ഡയഗ്രാം. ആദ്യം നമ്മൾ കാർഡ് ഇൻസേർട്ട് ചെയ്തു, അതിനുശേഷം പിൻ നമ്പർ ചോദിച്ചപ്പോൾ നമ്മൾ പിൻ നമ്പർ കറക്റ്റായിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ അക്കൗണ്ട് ആക്സസ് ചെയ്ത് കിട്ടി. അല്ലെങ്കിൽ ഇൻകറക്റ്റ് പിന്നാണ് കൊടുത്തതെങ്കിൽ ഒരു സെക്കൻഡ് ചാൻസും കൂടെ കിട്ടി. അവിടുന്നും ഇൻകറക്റ്റ് ആണ് കൊടുത്തതെങ്കിൽ തേർഡ് ചാൻസ് കിട്ടി. വീണ്ടും ഇൻകറക്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അക്കൗണ്ട് ബ്ലോക്ക്ഡ് ആവും. ഇനി തേർഡ് ട്രൈ വരെ എവിടെന്നെങ്കിലും നമ്മൾ കറക്റ്റ് പിൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആക്സസ് കിട്ടും. ഇതാണ് സ്റ്റേറ്റ് ട്രാൻസിഷൻ ഡയഗ്രാം. ഇതിൽ നിന്നും ഒരു സ്റ്റേറ്റ് ട്രാൻസിഷൻ ടേബിൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ നോക്ക്, ഓരോ സ്റ്റേറ്റും എന്താന്ന് താഴെ എഴുതി. ഏതൊക്കെ സ്റ്റേറ്റ് ആണുള്ളത്? സ്റ്റാർട്ട് ഉണ്ട്, ഫസ്റ്റ് അറ്റംപ്റ്റ് ഉണ്ട്, സെക്കൻഡ് അറ്റംപ്റ്റ് ഉണ്ട്, അതായത് ഫസ്റ്റ് ട്രൈ, സെക്കൻഡ് ട്രൈ, തേർഡ് അറ്റംപ്റ്റ് ഉണ്ട്. ഇനി ആക്സസ് ഗ്രാൻറ്റഡ് ഉണ്ട്, അക്കൗണ്ട് ബ്ലോക്ക്ഡ് ഉണ്ട്. ഇത്രയും സ്റ്റേറ്റ് ആണ് ഇവിടെ വരുന്നത്. ഓരോ സ്റ്റേറ്റിനും ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ട് എന്നുള്ളതിന് S1 കൊടുത്തു, ഫസ്റ്റ് അറ്റംപ്റ്റിന് S2 കൊടുത്തു, സെക്കൻഡ് അറ്റംപ്റ്റിന് S3 കൊടുത്തിട്ടുണ്ട്, തേർഡ് അറ്റംപ്റ്റിന് S4, ആക്സസ് ഗ്രാൻറ്റഡിന് S5 കൊടുത്തിട്ടുണ്ട്, അക്കൗണ്ട് ബ്ലോക്ക്ഡിന് S6 കൊടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഈ ട്രാൻസിഷൻ ടേബിൾ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എന്താണ്? S1
സ്റ്റാർട്ട്. അപ്പോൾ ഇവിടെ രണ്ട് കണ്ടീഷനാണ് വരുന്നത്, കറക്റ്റ് പിന്നും ഇൻകറക്റ്റ് പിന്നും. ഈ കറക്റ്റ് പിന്നിനെയും ഇൻകറക്റ്റ് പിന്നിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവിടുത്തെ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. ഇവിടെ രണ്ട് കണ്ടീഷനാണുള്ളത്, കറക്റ്റ് പിന്നും ഇൻകറക്റ്റ് പിന്നും. അപ്പോൾ സ്റ്റാർട്ടിൽ വെച്ച് തന്നെ കറക്റ്റ് പിന്നാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നേരെ ഏത് സ്റ്റേറ്റിലേക്ക് പോകാൻ പറ്റും? എവിടേക്കാണ് പോകുന്നത്? ഫിഗർ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. സ്റ്റാർട്ടിൽ നിന്നും നമ്മൾ സ്റ്റാർട്ടിൽ നിന്നും നമ്മൾ അതായത് കറക്റ്റ് പിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നേരെ എങ്ങോട്ടേക്ക് കിട്ടും? ആക്സസ് ഗ്രാൻറ്റഡ്. അപ്പോൾ ആക്സസ് ഗ്രാൻറ്റഡിൽ S5ലേക്ക് എത്തും. ഇനി ഇൻകറക്റ്റ് പിന്നാണെങ്കിൽ എന്താണ്? അടുത്ത ചാൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇനി എന്താണ് അടുത്തത്? ഫസ്റ്റ് അറ്റംപ്റ്റിലും എന്താണ്? കറക്റ്റ് പിന്നുണ്ട്, ഇൻകറക്റ്റ് പിന്നുണ്ട്. കറക്റ്റ് പിന്നാണെങ്കിൽ ആക്സസ് ഗ്രാൻറ്റഡിലേക്കാണ് പോകുന്നത്. ആക്സസ് ഗ്രാൻറ്റഡിൻ്റെ നമ്പർ എത്രയാണ്? S5 ആണ്. ഇനി ഇൻകറക്റ്റ് പിന്നാണെങ്കിൽ സെക്കൻഡ് ട്രൈയിലേക്കാണ് പോകുന്നത്, സെക്കൻഡ് അറ്റംപ്റ്റിലേക്കാണ് പോകുന്നത്. ആ സെക്കൻഡ് അറ്റംപ്റ്റിൻ്റെ നമ്പർ എത്രയാണ്? S3 ആണ്. അതുകൊണ്ടാണ് ഇവിടെ S3 കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് സെക്കൻഡ് അറ്റംപ്റ്റിൽ കറക്റ്റ് പിന്നാ കൊടുത്തതെങ്കിൽ എങ്ങോട്ട് പോവും? ആക്സസ് ഗ്രാൻറ്റഡ് S5ലേക്ക് പോവും. ഇൻകറക്റ്റ് ആണെങ്കിൽ തേർഡ് ട്രൈയിലേക്കാണ് പോകുന്നത്. തേർഡ് ട്രൈൻ്റെ നമ്പർ എത്രയാണ്? S4 ആണ്. ഇനി തേർഡ് ട്രൈയിൽ കറക്റ്റാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ S5ലേക്കാണ് പോവുക. ഇൻകറക്റ്റ് ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അക്കൗണ്ട് ബ്ലോക്ക്ഡ് S6ലേക്കാണ് പോകുന്നത്. ഇങ്ങനെയാണ് ഒരു സ്റ്റേറ്റ് ട്രാൻസിഷൻ ഡയഗ്രത്തിൽ നിന്നും ടേബിൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ സ്റ്റാർട്ടിൻ്റെ ഈ കറക്റ്റ് പിന്നും ഇൻകറക്റ്റ് പിന്നും ഒഴിവാക്കിയാലും കുഴപ്പമില്ല. കാരണം ഫിഗറിൽ കണ്ടോ, ഫസ്റ്റ് ട്രൈയിൽ നിന്നാണ് ആക്സസ് ഗ്രാൻറ്റഡിലേക്ക് പോകുന്നത്. നെക്സ്റ്റ് ടെക്നിക്ക് വരുന്നത് സ്റ്റേറ്റ് കോസ് എഫക്റ്റ് ഗ്രാഫിംഗ് ബേസ്ഡ് ടെസ്റ്റിംഗ്. It is another technique for combination of input conditions. It is used to write dynamic test cases. The dynamic test cases are used when code works dynamically based on user input. അപ്പോൾ തൊട്ട് മുന്നേയുള്ള ടെക്നിക്കിൽ നമ്മൾ ഇൻപുട്ട് കോമ്പിനേഷൻ യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് ചെയ്തു. അതുപോലെ തന്നെ ഈ ഒരു കോമ്പിനേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് സ്റ്റേറ്റ് കോസ് എഫക്റ്റ് ഗ്രാഫിംഗ് ബേസ്ഡ് ടെസ്റ്റിംഗ്. ഇവിടെ മെയിനായിട്ടും രണ്ട് കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യുന്നത്, കോസ് അതുപോലെ തന്നെ എഫക്റ്റ്. ഒരു കോസ് ഉണ്ടാവുമ്പോൾ അതിൻ്റെ ഇഫക്റ്റ് എന്താണ്? ഇപ്പോൾ ഇൻപുട്ടിൽ നിന്നും ഔട്ട്പുട്ട് കിട്ടുമ്പോൾ തന്നെയാണ് പറയുന്നത് ഒരു കോസ്, അതിന് വരുന്ന ഇഫക്റ്റ്. ഇൻപുട്ട് കൊടുക്കുന്നു, അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഈ കോസസിൻ്റെ കോമ്പിനേഷൻ വെക്കുമ്പോൾ വരുന്ന എഫക്റ്റ് എന്തായിരിക്കും എന്നാണ് പറയാൻ പോകുന്നത്. ഇവിടെ ഫോളോയിങ് പ്രോസസ് ഈസ് യൂസ് ടു ഡിറൈവ് ടെസ്റ്റ് കേസ്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ, ഈ ഒരു ടെക്നിക്കിൽ ഇത്രയും സ്റ്റെപ്പിലൂടെയാണ് ടെസ്റ്റ് കേസ് ഡിസൈൻ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ഡിവിഷൻ ഓഫ് സ്പെസിഫിക്കേഷൻ. അപ്പോൾ ഡിവിഷൻ ഓഫ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻപുട്ട് കണ്ടീഷൻസിനെ എന്തെങ്കിലും കണ്ടീഷൻ ക്രൈറ്റീരിയൻ്റെ ബേസിൽ ഡിവൈഡ് ചെയ്യാം. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കോസസ് ആൻഡ് ഇഫക്റ്റ്. അവിടെ ഉണ്ടാകുന്ന കോസസും ഇഫക്ട്സും ഐഡൻറ്റിഫൈ ചെയ്യുക. എന്താണ് കോസസ്? ആ കോസ് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഇഫക്റ്റ് എന്തായിരിക്കും? ഇനി എന്താണ്? ട്രാൻസ്ഫോർമേഷൻ ഓഫ് സ്പെസിഫിക്കേഷൻ ഇൻറ്റു എ കോസ് എഫക്റ്റ് ഗ്രാഫ്. അതിന് ശേഷം എന്താണ്? കോസും എഫക്റ്റും കണ്ടുപിടിച്ചതിന് ശേഷം അതൊരു കോസ് എഫക്റ്റ് ഗ്രാഫായിട്ട് കൺവേർട്ട് ചെയ്യണം. അതിനുശേഷം കൺവേർഷൻ ഇൻറ്റു ഡിസിഷൻ ടേബിൾ. ആ ഗ്രാഫിൽ നിന്നും ഒരു ഡിസിഷൻ ടേബിൾ ഡെവലപ്പ് ചെയ്യുക. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഡിറൈവിങ് ടെസ്റ്റ് കേസിനെ ഡെവലപ്പ് ചെയ്യുന്നത്. ആദ്യം ഇൻപുട്ടിനെ ഡിവൈഡ് ചെയ്യുന്നു. ആ ഡിവൈഡ് ചെയ്തതിൽ നിന്നും ഓരോന്നിൻ്റെയും ഓരോ ഡിവിഷനിലും കോസസ് എന്തൊക്കെയാണ്, ആ കോസസിൻ്റെ എഫക്റ്റ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കും. അതിൽ നിന്നും ഒരു കോസ് എഫക്റ്റ് ഗ്രാഫ് ഫോം ചെയ്യും. ആ ഗ്രാഫിൽ നിന്നും ഒരു ഡിസിഷൻ ടേബിൾ ഫോം ചെയ്യുന്നു. ഫൈനലി ടെസ്റ്റ് കേസ് ഡിസൈൻ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കുറച്ച് നൊട്ടേഷൻ. അപ്പോൾ നമ്മളിവിടെ ഗ്രാഫ് ഫോം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗ്രാഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് നൊട്ടേഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നൊട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്? ആൻഡ്. അപ്പോൾ ആൻഡ് എന്താ, ഓർ എന്താ, നോട്ട് എന്താന്നൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഫസ്റ്റ് വൺ ആൻഡ്. E1 ഈസ് ആൻ എഫക്റ്റ് ആൻഡ് C1 ആൻഡ് C2 ആർ ദി കോസസ്. ഇഫ് ബോത്ത് C1 ആൻഡ് C2 ആർ ട്രൂ ദെൻ എഫക്റ്റ് E1 വിൽ ബി ട്രൂ. അപ്പോൾ ആൻഡ് എങ്ങനെയാണ്? രണ്ടും ട്രൂ ആയാൽ മാത്രമേ ആൻഡിൻ്റെ റിസൾട്ട് ട്രൂ ആവുന്നുള്ളൂ. അപ്പോൾ ഇവിടെ രണ്ട് കോസ് C1ഉം C2ഉം ട്രൂ ആയാൽ മാത്രമേ എഫക്റ്റ് കിട്ടുന്നുള്ളൂ. ഇതാണ് ആൻഡിൻ്റെ നൊട്ടേഷൻ. ഇനി ഓർന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയിട്ടുണ്ടെങ്കിൽ എഫക്റ്റ് E1 കിട്ടും. E1 ട്രൂ ആയിരിക്കും. അപ്പം ഈ ഒരു നൊട്ടേഷനാണ്, ഈ ഒരു സിമ്പിളാണ് ശ്രദ്ധിക്കേണ്ടത്. ആൻഡ് ഓർ C1ലും C2ലും ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയിട്ടുണ്ടെങ്കിൽ E1 എഫക്റ്റ് എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. അടുത്തത് വരുന്നത് നോട്ട്. നോട്ട് എന്തായിരുന്നു? ഒന്നിനെ വേറൊന്നായിട്ട് വേറെ നെഗേറ്റ് ചെയ്യുക അല്ലേ? ഇഫ് കോസ് C1 ഈസ് ഫോൾസ് ദെൻ എഫക്റ്റ് E1 വിൽ ബി ട്രൂ. C1 ഫോൾസ് ആണെങ്കിൽ E1 ട്രൂ ആയിരിക്കും. C1 ട്രൂ ആണെങ്കിൽ E1 ഫോൾസ് ആയിരിക്കും. ഇനി മ്യൂച്വലി എക്സ്ക്ലൂസീവ്. വെൻ ഓൺലി വൺ കോസ് ഈസ്
ട്രൂ. ഏതെങ്കിലും ഒരു കോസ് മാത്രം ട്രൂ ആയിട്ട് നിൽക്കുന്ന കണ്ടീഷൻ. ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന നൊട്ടേഷൻ. ഇതിലും കൂടുതൽ നൊട്ടേഷൻസ് ഉണ്ട്. ഇനി ഒരു എക്സാമ്പിൾ. ദ പ്രിന്റ് മെസ്സേജ് ഈസ് എ സോഫ്റ്റ്വെയർ ദാറ്റ് റീഡ്സ് 2 ക്യാരക്ടേഴ്സ് ആൻഡ് ഡിപ്പെൻഡിങ് ഓൺ ദെയർ വാല്യൂസ് മെസ്സേജ് ഈസ് പ്രിന്റഡ്. എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രിന്റ് മെസ്സേജ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ. ആ സോഫ്റ്റ്വെയർ എന്താ ചെയ്യുന്നത്? റീഡ്സ് 2 ക്യാരക്ടേഴ്സ് ആൻഡ് ഡിപ്പെൻഡിങ് ഓൺ ദെയർ വാല്യൂസ് മെസ്സേജ് ഈസ് പ്രിന്റഡ്. അത് ക്യാരക്ടേഴ്സിനെ റീഡ് ചെയ്യുന്നുണ്ട്, 2 ക്യാരക്ടേഴ്സിനെ റീഡ് ചെയ്യുന്നുണ്ട്. ആ റീഡ് ചെയ്ത വാല്യൂവിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അതെന്താണ് പ്രിന്റ് ചെയ്യാന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അവിടെ കുറച്ച് കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്. പ്രിന്റ് മെസ്സേജ് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ്. ആ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയറിൻ്റെ ടാസ്ക് എന്ന് പറയുന്നത് മെസ്സേജ് പ്രിന്റ് ചെയ്യാണ്. പ്രിന്റ് ചെയ്യുന്നത് അത് റീഡ് ചെയ്യുന്ന വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇവിടെ കുറച്ച് കണ്ടീഷൻസ് വരുന്നുണ്ട്. ദ ഫസ്റ്റ് ക്യാരക്ടർ മസ്റ്റ് എ ഓർ ബി. അപ്പോൾ എന്താണ്? ആ റീഡ് ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ ഫസ്റ്റ് ക്യാരക്ടർ എ അല്ലെങ്കിൽ ബി ആയിരിക്കണം. ദ സെക്കൻഡ് ക്യാരക്ടർ മസ്റ്റ് ബി എ ഡിജിറ്റ്. ഒന്നല്ലെങ്കിൽ ഡിജിറ്റ് ആയിരിക്കണം. അപ്പോൾ ഇതാണ് ആ ഒരു 2 ക്യാരക്ടറിനെയാണ് അത് റീഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ ക്യാരക്ടർ നിർബന്ധമായിട്ടും എ അല്ലെങ്കിൽ ബി. എ ആയാലും കുഴപ്പമില്ല, ബി ആയാലും കുഴപ്പമില്ല. ഇനി സെക്കൻഡ് ക്യാരക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഡിജിറ്റ് ആയിരിക്കണം. must be a digit. If the above two conditions are satisfied, then the file must be updated. ഇപ്പോൾ ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഫയൽ അപ്ഡേഷൻ അവിടെ നടക്കും. If the first character is incorrect, the message X is printed. അതായത് ഫസ്റ്റ് ക്യാരക്ടർ എ അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ എ ഓർ ബി ആവണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതല്ല, ഇൻകറക്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അവിടെ എക്സ് എന്ന് പറയുന്ന ഒരു മെസ്സേജ്, അത് ചിലപ്പോൾ ഒരു എറർ മെസ്സേജ് ഒക്കെ ആയിരിക്കാം, എന്താണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം എ അല്ലെങ്കിൽ ബി അല്ല എന്നുള്ള കണ്ടീഷനിൽ അവിടെ എക്സ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യും. ഇനി രണ്ടാമത്തത്, ഇഫ് ദ സെക്കൻഡ് ക്യാരക്ടർ ഈസ് ഇൻകറക്റ്റ്, അതായത് ഡിജിറ്റ് അല്ല എൻ്റർ ചെയ്തതെങ്കിൽ അവിടെ പ്രിന്റ് ചെയ്യുന്ന എന്താണ്? മെസ്സേജ് വൈ ഈസ് പ്രിന്റഡ്. അപ്പോൾ ഇത്രയും കണ്ടീഷനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിന്റ് മെസ്സേജ് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ്. അത് 2 ക്യാരക്ടറിനെ റീഡ് ചെയ്തിട്ട് ആ ക്യാരക്ടറിൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മെസ്സേജ് പ്രിന്റ് ചെയ്യും. അപ്പം വാല്യൂസിൻ്റെ കണ്ടീഷൻസ് ആണ് താഴെ പറഞ്ഞിരിക്കുന്നത്. എയും ഫസ്റ്റ് ക്യാരക്ടർ എ അല്ലെങ്കിൽ ബി ആവണം. സെക്കൻഡ് ക്യാരക്ടർ ഒരു ഡിജിറ്റ് ആണെങ്കിൽ ആ ഫയൽ അവിടെ അപ്ഡേറ്റ് ചെയ്യും. ഇനി അതല്ല, ഫസ്റ്റ് നമ്മൾ എൻ്റർ ചെയ്തത് ഇൻകറക്റ്റ് ഇൻപുട്ട് ആണെങ്കിൽ എക്സ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് ആയിരിക്കും അവിടെ പ്രിന്റ് ചെയ്ത് വരുന്നത്. ഇനി അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് ക്യാരക്ടറാണ് ഇൻകറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്തതെങ്കിൽ അവിടെ വൈ എന്ന് പറയുന്ന ഒരു മെസ്സേജ് ആയിരിക്കും പ്രിന്റ് ചെയ്യുക. അപ്പോൾ ഈ കണ്ടീഷനെ വെച്ചിട്ട് ഇവിടെ നോക്കുക, അവിടെ കോസസ് ഏതൊക്കെയാണ്? C1, C2, C3. എത്ര കോസസ് ഉണ്ട്? ഫസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് എ ആവാം, ഫസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് ബി ആവാം, സെക്കൻഡ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഡിജിറ്റ് ആവാം. ഇവിടെ 3 കോസാണ് വരുന്നത്. ഫസ്റ്റ് ക്യാരക്ടർ എ ആവാം, ഫസ്റ്റ് ക്യാരക്ടർ ബി ആവാം, സെക്കൻഡ് ക്യാരക്ടർ ഡിജിറ്റ് ആവാം. ഇത്രയും കോസസ് ആണ് അവിടെ ഉള്ളത്. ഈ കോസസ് കൊടുക്കുമ്പോൾ കിട്ടുന്ന എഫക്റ്റ് എന്തൊക്കെയാണ്? അവിടെ 3 കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. എന്താ? ഫയൽ അപ്ഡേഷൻ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്ന ഒരു മെസ്സേജിനെ പ്രിന്റ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തത് വൈ എന്ന് പറയുന്ന മെസ്സേജിനെ പ്രിന്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് അവിടുത്തെ 3 എഫക്ട്സ്. C1, C2, C3 3 കോസും ഉണ്ട്, 3 എഫക്റ്റും ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്തു? 3 കോസിനെയും എഫക്റ്റിനെയും ഐഡൻറ്റിഫൈ ചെയ്തു. ഇതിൽ നിന്നും എന്ത് കണ്ടുപിടിക്കണം? ഒരു ഗ്രാഫ് നമ്മൾ ഫോം ചെയ്യണം. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നൊട്ടേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, ഓർ ഇതാണ് ആൻഡ് ഇതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് എ ഓർ ബി ആയാൽ മതി. അപ്പോൾ നമുക്ക് ഓർ യൂസ് ചെയ്താൽ മതി. എ ആയാലും കുഴപ്പമില്ല, ബി ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഫസ്റ്റ് ക്യാരക്ടർ ഈസ് എ. ഫസ്റ്റ് ക്യാരക്ടർ ഈസ് എ ഉണ്ട്, അതിൻ്റെ കോസ് എന്താണ്? C1. ഫസ്റ്റ് ക്യാരക്ടർ ഈസ് ബി. അപ്പോൾ C1 അല്ലെങ്കിൽ C2 ആയാൽ മതി അല്ലേ? അതാണ് ഇവിടെ C1, C2 ഓർ കൊടുത്തിരിക്കുന്നത്. C1 അല്ലെങ്കിൽ C2 ആയാൽ മതി. ഇനി അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? സെക്കൻഡ് ക്യാരക്ടർ ഈസ് എ ഡിജിറ്റ്. അതിൻ്റെ എന്താ പറഞ്ഞിരിക്കുന്നത്? C3 അല്ലേ? അപ്പം ഈ C3യും C1, C2 ഏത് വേണമെങ്കിലും നമുക്കാവാം. നമ്മളിവിടെ ഓർ ചെയ്തിട്ട് ഒരു ഇതിലേക്ക് സ്റ്റോർ ചെയ്ത് ഒരു ട്രാൻസിഷനായി കാണിച്ചിട്ടുണ്ട്, ഒരു സ്റ്റേറ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് C3 ആണ് സെക്കൻഡ് ക്യാരക്ടർ ഡിജിറ്റ്. ഇത് രണ്ടും എന്തായിരിക്കണം? നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഫസ്റ്റ് ക്യാരക്ടർ എ ഓർ ബി ആവാം, സെക്കൻഡ് ക്യാരക്ടർ ഒരു ഡിജിറ്റ് ആണെങ്കിൽ മാത്രമേ ഫയൽ അപ്ഡേഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ ഇതിനെ എന്തിട്ട് കാണിക്കണം? ആൻഡ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. ആണെങ്കിൽ മാത്രമേ അവിടെ എന്ത് ചെയ്യുള്ളൂ? ഫയൽ അപ്ഡേഷൻ നടക്കുകയുള്ളൂ. ഫയൽ അപ്ഡേഷൻ നടക്കുന്നതിന് എന്താണ്? E1 എന്നുള്ള
സ്റ്റേറ്റ് നമുക്ക് കിട്ടുള്ളൂ, എഫക്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇവിടെ ഇത് ചെയ്ത് ഒരു സ്റ്റേറ്റിലേക്ക് ആക്കാൻ കാരണം C1 അല്ലെങ്കിൽ C2 ആയാൽ മതി, ഓർ ഏതെങ്കിലും ഒന്നായാൽ മതി, C1 ഓർ C2. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്, സെക്കൻഡ് ക്യാരക്ടർ ഒരു ഡിജിറ്റ് ആയിരിക്കണം. ഇത് രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രമേ ഫയൽ അപ്ഡേറ്റ് ചെയ്യുള്ളൂ. രണ്ടും ട്രൂ ആവുന്നെങ്കിൽ എന്താണ്, ആൻഡ് ആണ്. അതാണ് E1 ഇവിടെ ട്രൂ ആയി കിട്ടുള്ളൂ. ഇനി അതിൽ നിന്നും ഈ ഒരു ഗ്രാഫിൽ നിന്നും നമ്മളൊരു ടേബിൾ ഫോം ചെയ്യാണ്. അപ്പം ഇവിടെ എന്തുണ്ട്, C1 C2 C3. ഈ 3 കേസിലും എന്താ ചെയ്തിരിക്കുന്നത്, C1 C2 ഇതിലേതെങ്കിലും ട്രൂ ആയാൽ മതി, C3 എങ്കിൽ മാത്രമേ നമുക്ക് എഫക്റ്റ് ട്രൂ ആയിട്ട് കിട്ടുള്ളൂ. ഇതാണ് കോസ് എഫക്റ്റ് ഗ്രാഫിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിന് ശേഷം വരുന്ന എന്താണ്, ടെസ്റ്റ് കേസ് ഡിസൈൻ ചെയ്യുക. ഇനി ലാസ്റ്റ് ടെക്നിക്, ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിലെ ലാസ്റ്റ് ടെക്നിക് എന്ന് പറയുന്നത് എന്താണ്, എറർ ഗസ്സിംഗ്. എറർ ഗസ്സിംഗ് ഈസ് ദ പ്രിഫേർഡ് മെത്തേഡ് യൂസ്ഡ് വെൻ ഓൾ അതർ മെത്തേഡ്സ് ഫെയിൽ. അപ്പോൾ ഇവിടെ എന്താണ്, എററിനെ ഗസ് ചെയ്ത് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ബാക്കി എല്ലാ ടെക്നിക്സും ഫെയിൽ ആവുന്ന ഒരു കേസിൽ മാത്രമേ എറർ ഗസ്സിംഗ് യൂസ് ചെയ്യുള്ളൂ. സംടൈം ഇറ്റ് ഈസ് യൂസ് ടു ടെസ്റ്റ് സം special cases. Errors or bugs can be guessed which do not fit it any of the earlier defined situations. So test cases are generated for the special cases. അപ്പോൾ എറർ ഗസ്സിംഗ് എപ്പോഴും സ്പെഷ്യൽ കേസസിലൊക്കെ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാ ടെക്നിക്സും യൂസ് ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ മാത്രമേ എറർ ഗസ്സിംഗ്. അപ്പോൾ എറർ ഗസ്സിംഗ് എന്ന് പറയുന്നത് കുറച്ച് എന്താണ്, ടഫായിട്ടുള്ള ടാസ്ക് ആണ്. കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സ്പെഷ്യൽ കേസസിൽ മാത്രമേ എറർ ഗസ്സിംഗ് യൂസ് ചെയ്യുന്നുള്ളൂ. ഇത്രയാണ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ടെക്നിക്സ് വരുന്നത്.